പയ്യന്നൂരിൽ CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിടും. വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ ഉടൻ ഇടപെടൽ വേണമെന്ന CPM ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. നിലവിലെ കമ്മിറ്റി തുടർന്നാൽ വിഭാഗീയത അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നാണ് വിമർശനം. വിഭാഗീയതയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മധുസൂദനെതിരെയും വിമർശനമുയർന്നു. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, പയ്യന്നൂരിൽ CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിടും എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, പയ്യന്നൂരിൽ CPM കടുത്ത നടപടിയിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടന്നിരുന്നു, ജില്ലാ സെക്രട്ടേറിയറ്റും നടന്നിരുന്നു. അതിൽ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പയ്യന്നൂരിൽ ഒരു നടപടിയില്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് തന്നെയാണ് CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നത്. ടി മധുസൂദൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി മധുസൂദനെതിരെ നിശിത വിമർശനം ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. വിഭാഗീയതയുമായി ബന്ധപ്പെട്ട വിമർശനമാണ് ഉയർന്നത്. പയ്യന്നൂരിൽ പാർട്ടി ഇല്ലാതാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന വിമർശനമാണ് അംഗങ്ങൾ ഒന്നടങ്കം ഉയർത്തിയത്. വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയല്ലാതെ മറ്റ് ഒരു പോംവഴിയുമില്ല എന്ന അഭിപ്രായമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. വിഷയം സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി റിവ്യൂ റിപ്പോർട്ട് കീഴ്ഘടകങ്ങളിൽ ഇപ്പോൾ അവതരിപ്പിച്ചു. പയ്യന്നൂരിൽ ഈ റിപ്പോർട്ട് അവതരണം പോലും വലിയ പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് നിലവിൽ കമ്മിറ്റികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. അതും തന്നെ അപൂർവമാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ജില്ലാ നേതൃത്വം നേരിട്ടാണ് നിലവിൽ റിവ്യൂ കമ്മിറ്റികൾ ചേരുന്നത്. ഇങ്ങനെ പോയാൽ പയ്യന്നൂരിൽ പാർട്ടിയിൽ നെടുകെ പിളർപ്പ് ഉണ്ടായേക്കും എന്നുള്ള ഈ വിഭാഗീയ പ്രവർത്തനം തുടങ്ങിയിട്ട് 5 വർഷത്തിലേറെയായി ഇത് പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് ഈ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിട്ടുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മധുസൂദനൻ ഈ വിഷയങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു ടി മധുസൂദന്. പക്ഷേ വിഭാഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ള വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായും ഉയർന്നത്. ചേരി തിരിഞ്ഞ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു. ആ നടപടി എടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ള വിമർശനം കൂടി ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. വിഭാഗീയതയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. അന്നും ഇടപെടാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ആ സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ, നാണക്കേട് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ പയ്യന്നൂരിലെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങൾ അണികൾക്കുണ്ട്, പാർട്ടി നേതാക്കൾക്ക് തന്നെയുണ്ട്. അത് ആരെങ്കിലും പണം അപഹരിച്ചു എന്നുള്ള രീതിയിലല്ല ഈ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒരു സുതാര്യമായ ഫണ്ട് പിരിവ് സുതാര്യമായി നടന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് അംഗങ്ങൾ ഉയർത്തിയത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടി ഉയർത്തുകയാണ് പാർട്ടി അംഗങ്ങൾ. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ടി മധുസൂദനെ ജാഗ്രത കുറവിന്റെ പേരിൽ നടപടി എടുത്തിരുന്നു. ആ നടപടി പിൻവലിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട് പാർട്ടിയിൽ. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിഭാഗീയമായ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ നടപടി പിൻവലിച്ചത്? ആ നടപടി പിൻവലിച്ചത് ഈ വിഭാഗീയ പ്രവർത്തനത്തിന്റെ ആക്കം കൂട്ടി എന്നുള്ള ഒരു വിമർശനം കൂടി ഉയരുകയാണ് പാർട്ടിയിൽ. പയ്യന്നൂരിൽ തോറ്റതിന് ഏക കാരണം സ്ഥാനാർത്ഥി നിർണയമാണ് എന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട് പാർട്ടിയിൽ. അത് ജില്ലാ നേതൃത്വം സ്വയം വിമർശനമായി ഏറ്റെടുത്തതാണ്, സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. സംസ്ഥാന നേതൃത്വം പരസ്യമായി തന്നെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ള രീതിയിൽ തന്നെ ഒരു കുറ്റസമ്മതം നടത്തുന്ന രീതിയിൽ തന്നെ നേതാക്കൾ MV ഗോവിന്ദൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തതാണ്. ഈ വിഭാഗീയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള ഒരു വിമർശനമാണ് പാർട്ടിയിൽ ഇപ്പോൾ അതിശക്തമായി ഉയരുന്നത്. കൂട്ട അച്ചടക്ക നടപടി വേണ്ട ഒരു ഘട്ടം എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വന്നിരിക്കുന്നു പയ്യന്നൂരിൽ. പക്ഷേ ഇപ്പോൾ തന്നെ ദുർബലമാണ് പയ്യന്നൂരിലെ പാർട്ടി. അവിടെ ഒരു കൂട്ട അച്ചടക്ക നടപടി കൂടി ഉണ്ടായാൽ അത് പാർട്ടിക്ക് താങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് മറുഭാഗത്ത് നിന്നും ഉയർന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പയ്യന്നൂരിലെ പാർട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്തരം നടപടിയിലേക്ക്, അതായത് കൂട്ട നടപടിയിലേക്ക്, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് പോലുള്ള കൂട്ട നടപടിയിലേക്ക് ഇപ്പോൾ പോകാനുള്ള ഒരു സാധ്യതയുമില്ല. അവർക്ക്
തിരുത്താനുള്ള അവസരം നൽകുക, വിഭാഗീയമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ച് പുതിയൊരു നേതൃത്വം പയ്യന്നൂരിൽ കൊണ്ടുവരിക, അതാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത്. അത്തരം നടപടികളിലേക്ക് കടക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ഒരു പിന്തുണ തേടിയിരിക്കുകയാണ് ജില്ലാ നേതൃത്വം. അത് ഉടൻ തന്നെ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഏരിയ കമ്മിറ്റികളിലേക്കും ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ഒക്കെ തന്നെ റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചു വരികയാണ്. ഈ റിവ്യൂ റിപ്പോർട്ടിന്റെ അവതരണം കഴിഞ്ഞാൽ ഉടൻ പയ്യന്നൂരിൽ കൂട്ട നടപടി ഉണ്ടാകും. ആ കൂട്ട നടപടി എന്ന് പറയുന്നത് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് അവിടെ പുതിയൊരു നേതൃത്വത്തിന് ഈ ചുമതല നൽകുക എന്നുള്ളതാണ്. ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ വരെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി രാമന്തള്ളി ഉൾപ്പെടെയുള്ള ലോക്കൽ കമ്മിറ്റികളിൽ നടപടി ഉണ്ടാകും. അവിടെയും മാറ്റത്തിന് സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയായത്. എന്തായാലും പയ്യന്നൂരിൽ ഒരു തിരുത്തൽ അത്യാവശ്യമാണ് എന്ന് സംസ്ഥാന നേതൃത്വവും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ തിരുത്തൽ നടപടി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആകണം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പാർട്ടിയിൽ സജീവമായ ചർച്ച നടത്തുന്നത്. തളിപ്പറമ്പിലെ പരാജയവും പാർട്ടിക്ക് കനത്ത ക്ഷീണമാണ്. പക്ഷേ അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങളല്ല ഈ തോൽവിയിലേക്ക് പോയത്. അവിടെ സ്ഥാനാർത്ഥി നിർണയം പാളി, അതോടൊപ്പം തന്നെ SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വോട്ട് ചേർക്കുന്നതിൽ വന്ന വീഴ്ച, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിഭാഗീയത പ്രവർത്തനം തളിപ്പറമ്പിനേക്കാൾ കൂടുതൽ പയ്യന്നൂരിലാണെന്നാണ് പാർട്ടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ നടപടിയിലേക്ക്, തിരുത്തൽ നടപടിയിലേക്ക് എന്തായാലും ഉണ്ടാകും. തിരുത്തൽ നടപടിയിലേക്ക് പാർട്ടി പോകും എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് കൃഷ്ണേന്ദു.